അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാൾ ജ്യോത്സ്യനെ കാണുകയും ആ ജ്യോത്സ്യൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അവൻ കാഫിറായിത്തീരും. ജ്യോത്സ്യനെ കാണുകയൊക്കെ ചെയ്തു, പക്ഷെ അദ്ദേഹം പറയുന്നത് വിശ്വസിച്ചിട്ടില്ല. വെറുതെ ഒരു രസത്തിനാണ് അവൻ കേട്ടതെങ്കിൽ അവൻ്റെ 40 ദിവസത്തെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല. വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. അത് ഏത് തരം ജ്യോത്സ്യന്മാരാണെങ്കിലും ഇന്ന് തൊൽസമഅത്തിൻ്റെ പേരിൽ ഇരിക്കുന്ന ആളുകൾ അവരും ജ്യോത്സ്യന്മാർ തന്നെയാണ്. കാരണം ജ്യോത്സ്യപ്പണികളിൽ കളങ്ങൾ വരക്കുന്ന പരിപാടിയുണ്ട്, അത് തൊൽസമാത്തിലുണ്ട്. അതുപോലെ കണക്ക് കൂട്ടുന്ന പരിപാടി ജ്യോത്സ്യന്മാരുടെ ഇടയിലുണ്ട്, അത് തൊൽസമാത്തിലുണ്ട്. തൊൽസമാത്തിൻ്റെ ആളുകൾ ഈ കണക്ക് കൂട്ടും. നമ്മുടെ ഉമ്മാൻ്റെ പേരും നമ്മുടെ പേരൊക്കെ വെച്ചിട്ട് ആ അക്ഷരസംഖ്യ വെച്ചിട്ട് അത് വെച്ചിട്ട് കണക്ക് കൂട്ടും. ഇതൊന്നും ഇസ്ലാമിൻ്റെ രീതിയല്ല. ഇതൊക്കെ പൈശാചികപരമായിട്ടുള്ള രീതികളാണ്. ഇത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്തരം ആളുകൾ പറയുന്നത് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നമ്മൾ കാഫിറായിക്കൊണ്ടാണ് മരണപ്പെടുക. അങ്ങനെ മരണപ്പെട്ടാൽ അവൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ശാശ്വതമായിട്ടുള്ള നരകമാണ് അവനെ കാത്തിരിക്കുന്നത്. ഗൗരവമായിട്ട് എടുക്കണത്. നമ്മളറിയാതെ ചിലപ്പോൾ അതിൽ പെട്ടുപോകും. ഒരുപാട് ആളുകൾ ഇത്തരം ആളുകളുടെ ഇടയിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഉസ്താദുമാരല്ലേ, ഇതൊക്കെ നമ്മുടെ ആൾക്കാരല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ഇസ്ലാമുമായിട്ട് ബന്ധമുള്ളതല്ലേ എന്നൊക്കെ. അല്ല, ഇത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് നമ്മുടെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു കാക്കട്ടെ.